വിവിധ തരത്തിലുള്ള ഓപ്പറേഷനുകളാണ് കശ്മീരിൽ നമ്മുടെ സൈന്യം രൂപീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നിങ്ങൾ ആരെങ്കിലും ജമ്മു കശ്മീരിൽ പാകിസ്ഥാൻ്റെ വെടിവെപ്പ് നടക്കുന്നു എന്ന് കേട്ടിട്ടുണ്ടോ? അനന്തനാഗിൽ, ഷില്ലോങ്ങിൽ അല്ലെങ്കിൽ അങ്ങനെ പല സ്ഥലത്ത് വെടിവെപ്പ് നടക്കുന്നുണ്ട്, 2 ജവാന്മാർക്ക് പരിക്കേറ്റു എന്നിങ്ങനെയുള്ള വാർത്ത നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരുന്ന വാർത്തയാണ്. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാന് മനസ്സിലായി ഇന്ത്യ പഴയ ഇന്ത്യയല്ല, അടിച്ചാൽ ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ച് നട്ടലൊടിക്കുമെന്ന് പാകിസ്ഥാൻ മനസ്സിലായി. ആ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അത്തരത്തിലുള്ള കലാപരിപാടികൾ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് നടത്തുന്നില്ല. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വന്ന മാറ്റങ്ങളാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് അവിടെ ഭീകരവാദികൾ ഒളിച്ചിരിക്കുന്നവരെല്ലാം തൂക്കിയെടുത്ത് തട്ടിക്കളയുകയാണ് ഇവിടെ സൈന്യം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ മഹാദേവിൽ പഹൽഗാം ഭീകരവാദികളിൽ ഒളിച്ചിരുന്ന 3 എണ്ണത്തിനെ തൂക്കിയെടുത്ത് ഹാഷിം മൂസ അടക്കമുള്ള അതിൻ്റെ സൂത്രധാരൻ അടക്കമുള്ളവരുടെ തലയിൽ വെടിവെച്ച് കൊലപ്പെടുത്തിയിരുന്നു. ഈ ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ അതിനുശേഷം ന്യൂസ് ഇന്ത്യ മലയാളം പറഞ്ഞൊരു കാര്യമുണ്ട്. ഇനി നമ്മുടെ സൈന്യത്തിൻ്റെ ലക്ഷ്യം ലഷ്കർ ഇ തോയ്ബയുടെ ആ പ്രോക്സി സംഘടനയാണ്. ആ സംഘടനയാണ് ഇനി ലക്ഷ്യം. അതിനെ മൂടോടെ പിഴുതു കളയുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇപ്പോൾ അതിനായിട്ട് ഇതാ ഓപ്പറേഷൻ ശിവശക്തി എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് സൈന്യം. ഈ ഓപ്പറേഷൻ ശിവശക്തിയിൽ ഭീകരതയ്ക്കെതിരായ ഓപ്പറേഷനുകൾ ഇന്ത്യൻ സൈന്യം ഒന്നിനു പുറകെ ഒന്നായി ഭീകരരെ കൊലപ്പെടുത്തുന്ന കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം 2 ഭീകരരെ ഈ ഓപ്പറേഷൻ ശിവശക്തി വഴി കൊലപ്പെടുത്തിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ത്യൻ സൈന്യത്തിൻ്റെ വൈറ്റ് നൈറ്റ് കോപ്സ് ജമ്മു കശ്മീരിലെ പൂഞ്ച് ജില്ലയിലെ LOCയിൽ വിജയകരമായിട്ടുള്ള ഭീകരവിരുദ്ധ ഓപ്പറേഷൻ ശിവശക്തി നടത്തി. ഈ ഓപ്പറേഷനിൽ അതിർത്തി കടന്ന് നുഴഞ്ഞു കയറുകയെന്ന 2 തീവ്രവാദികളെ സൈന്യം വധിച്ചു. അവരിൽ നിന്ന് പല തരത്തിലുള്ള ആയുധങ്ങൾ കണ്ടെത്തി എന്നുള്ള റിപ്പോർട്ടുകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. 3 ആയുധങ്ങളാണ് പിടിച്ചെടുത്തത്. സൈന്യത്തിൻ്റെയും ജമ്മു കശ്മീർ പോലീസിൻ്റെയും രഹസ്യ സ്രോതസ്സുകൾ ഈ തീവ്രവാദികളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയതിനെ തുടർന്നാണ് ഈ നടപടി സ്വീകരിച്ചതെന്നും അറിയാൻ സാധിക്കുന്നു. വൈറ്റ് നൈറ്റ് കോപ്സ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള എക്സിൽ ഓപ്പറേഷൻ ശിവശക്തിയെക്കുറിച്ച് വിവരങ്ങൾ നൽകിയിരുന്നു. കൃത്യമായ ലക്ഷ്യത്തിലൂടെ വേഗത്തിൽ നടപടി സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജാഗ്രതയുള്ള സൈന്യം തീവ്രവാദികളുടെ ദുഷ്ടലക്ഷ്യങ്ങളെ പരാജയപ്പെടുത്തിയെന്ന് പോസ്റ്റിൽ പറയുന്നു. ബുധനാഴ്ച രാവിലെയാണ് ഓപ്പറേഷൻ ആരംഭിച്ചത്. നിലവിൽ ഇത് തുടരുകയാണ്. നമ്മുടെ രഹസ്യ യൂണിറ്റുകളുടെയും ജമ്മു കശ്മീർ പോലീസിൻ്റെയും സംയുക്ത ഓപ്പറേഷനിലാണ് ഈ ഓപ്പറേഷൻ നടത്തിയതെന്നും അത് വിജയകരമാണെന്നും സൈന്യം അറിയിച്ചിരുന്നു. എന്തായാലും ഓപ്പറേഷൻ മഹാദേവിന് ശേഷം പുതിയൊരു ഓപ്പറേഷൻ ശിവശക്തി. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.